എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 70 വയസ്സ് പ്രായമുള്ളൊരു വീട്ടമ്മ രാവിലെ പാൽ വാങ്ങുവാനായി മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുവാനായി എടുത്തു. അതിൽ പറഞ്ഞ പ്രകാരം എല്ലാം അവർ ചെയ്തു. പാൽ കമ്പനിയുടെ മാനേജർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി ഒരു OTP നമ്പരും ഒരു സ്പെഷ്യൽ ലിങ്കും നൽകി. എല്ലാ ദിവസവും രാവിലെ പാൽ എത്തിച്ചേരുവാനുള്ള ക്രമീകരണം എല്ലാം അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവർ തന്റെ മൊബൈൽ ഫോണിൽ വന്ന ഒരു മെസ്സേജ് കണ്ട് ഞെട്ടിപ്പറച്ചുപോയി. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 18.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെ ആയിരിക്കുന്നു. സൈബർ സെല്ലിൽ പരാതി കൊടുത്ത് വിധിക്കായി അവർ കാത്തിരിക്കുന്നു. അവരുടെ വിധി എന്താകും ആർക്കറിയാം. ഇത്തരം തട്ടിപ്പിന്റെ കഥകൾ അനവധിയായി നാം ഇന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് തട്ടിപ്പിന്റെയും മോഷണത്തിന്റെയും മനുഷ്യന്റെ ക്രൂരതയുടെയും വിധങ്ങളും രീതികളും പുരോഗമിച്ചു വരികയല്ലാതെ കുറയുന്നില്ല എന്നതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിക്കുന്നത്. യേശുക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ ഒന്നുകിൽ കുറച്ചു കാലം നമ്മുടെ കൈവശമിരിക്കും. അതിനുശേഷം അത് പുഴുവരിച്ചും തുരുമ്പെടുത്തും നശിക്കും. ചില വലിയ സമ്പന്നരായ മാതാപിതാക്കൾ ജീവിതകാലത്ത് സമ്പാദിച്ചു വെച്ച സ്വത്തുവകകൾ കുഞ്ഞുങ്ങൾക്കായി കൂട്ടിവെച്ചിട്ട് കടന്നുപോകും. പിന്നീട് വരുന്ന തലമുറ അധ്വാനിക്കാതെ അവർക്ക് കിട്ടിയ വസ്തുവകകൾ മദ്യപിച്ചും വെറുക്കൂത്തിലകപ്പെട്ടും ധൂർത്തടിച്ചും നശിപ്പിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്ന പച്ചയായ യാഥാർത്ഥ്യമാണല്ലോ. അതാണ് പുഴുവരിച്ചും തുരുമ്പെടുത്തും നശിക്കും എന്ന് കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. കള്ളന്മാരുടെ മോഷണം തുരന്നാണ്. അവർ കുത്തിക്കവർ ചെയ്ത് എല്ലാം നശിപ്പിച്ച് മോഷ്ടിക്കുന്നു. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾ ഒന്നുകിൽ കാലം നശിപ്പിക്കും, അല്ലെങ്കിൽ കള്ളൻ നശിപ്പിക്കും. രണ്ടായാലും ശാശ്വതമല്ല എന്ന് ചുരുക്കം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും സമ്പാദിക്കാതെ നിഷ്ക്രിയരായി ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി കഴിയുവാനാണോ കർത്താവ് ഉപദേശിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നുവരും. അവിടെയാണ് കർത്താവിന്റെ ഉപദേശത്തിന്റെ യഥാർത്ഥ സത്ത നാം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിലെ സർവ്വ അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും സമ്പാദ്യങ്ങൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. താലന്തുകളുടെ ഉപമയിൽ അതാണ് നാം കാണുന്നത്. 5 താലന്ത് ലഭിച്ചവൻ 5 കോടി സമ്പാദിച്ച് മടങ്ങി വന്നപ്പോൾ അവനെ ഉത്തമനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിന് വിജയകരനാകും എന്ന് കർത്താവ് പറഞ്ഞുവല്ലോ. അതുതന്നെ 2 താലന്ത് ലഭിച്ചവനോടും പറയുന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ തന്റെ താലന്ത് കുഴിച്ചിട്ടതിനെ കർത്താവ് വിമർശിക്കുകയും അവനെ ശകാരിക്കുകയും ദുഷ്ടദാസനെന്ന് വിളിക്കുകയും പുറത്തെ അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുവാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നുവല്ലോ. നിഷ്ക്രിയരായും അലസരായും ഈ ലോകത്തിൽ കഴിയുവാനല്ല കർത്താവ് ഉപദേശിക്കുന്നത്. മറിച്ച് ഈ ലോകത്തിൽ എന്ത് നേടിയാലും അത് നമ്മുടെ സ്വന്തം ആണെന്ന് കരുതി അതിൽ മനസ്സുറപ്പിച്ച് അതിനെ ദൈവത്തെക്കാൾ ശ്രേഷ്ഠമായി കാണരുത്. നേടുന്നതെല്ലാം ദൈവം തന്ന ദാനം എന്ന് ചിന്തിക്കുവാനും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളോടുള്ള ആശ്രയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്വർഗീയ നിക്ഷേപങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. കർത്താവ് ഉദ്ദേശിച്ചതും നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നതുമായ വസ്തുത നമ്മുടെ മനസ്സിന്റെ ആശ്രയം ഈ ലോക നിക്ഷേപങ്ങളോട് അകന്നും സ്വർഗീയ നിക്ഷേപങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നതാണ്. ഈ ലോക ജീവിതയാത്രയിൽ ഒരു വിശ്വാസി നേടേണ്ട ഏറ്റവും വലിയ അറിവ് സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവായിരിക്കണം. സുവിശേഷങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ അറിവിന്റെ മുത്ത് ശേഖരിക്കുവാനും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനും നമുക്ക് കഴിയണം. കർത്താവ് തന്നെ തുടർന്ന് പറയുന്നു, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ആയിരിക്കും. സ്വർഗത്തിൽ നിക്ഷേപമുള്ളവന്റെ ഒരു സൗഭാഗ്യമാണ് അവന്റെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലായിരിക്കും എന്നത്. അപ്രകാരം എപ്പോഴും നമ്മുടെ ഹൃദയം സ്വർഗത്തിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.